ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 31 റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രാവിലെ പാട്ട് കേൾക്കുന്നു, എല്ലാവരും തുള്ളിച്ചാടി എണീക്കുന്നു, അതുവഴി ഇതുവഴിയൊക്കെ കറങ്ങി നടക്കുന്നു. ക്യാമറ പിന്നെ നേരെ അങ്ങോട്ട് പോണത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ നമ്മുടെ ജിഷിൻ രാവിലെ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷ്മി, ഞാൻ ഉണ്ടാക്കി വെച്ച ചമ്മന്തി എല്ലാവർക്കും കൊടുക്കൂ. സാമ്പാർ എന്ന പേരിൽ നീ എന്തോ വെള്ളം കലക്കി വെച്ചിരിക്കുന്ന ഈ സാധനം എങ്ങനെ കഴിക്കാനാ? നീ മറ്റേത് ഒളിപ്പിച്ചു വെക്കാതെ അതെല്ലാവർക്കും കൊടുക്കൂ എന്നും പറഞ്ഞ് ജിഷിൻ അവിടെ രാവിലെ തുടങ്ങിയതാണ് നിങ്ങൾ കണ്ടത്. പക്ഷെ അതിന് മുമ്പ് ലൈവില് കുറച്ച് പരിപാടിയും കൂടെ നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് പറയാം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ലക്ഷ്മി തലേ ദിവസം പച്ചക്കറി, രാവിലത്തേക്കുള്ള സാമ്പാറിനൊക്കെ ആയിട്ടുള്ള പച്ചക്കറി തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് കണ്ടുകൊണ്ട് വന്ന ജിഷിൻ അതിന്റെ പേരും പറഞ്ഞ ഒരു ചൊറിച്ചിൽ അവിടെ നടത്തി. അപ്പോൾ അതവിടെ പറഞ്ഞു. അതിനുശേഷം നേരെ ബാക്കിയുള്ള നമ്മുടെ ചേട്ടന്മാരൊക്കെ അപ്പുറം ഇരിപ്പുണ്ട്. നമ്മുടെ ബുള്ളി ഗ്യാങ്, അപ്പാനി, അക്ബർ, ആര് എല്ലാവരോടും ഇരിപ്പുണ്ട്. ഇത് പറഞ്ഞിട്ട് നേരെ അവരുടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് അവരോട് ഇത് പറയുകയാണ്, കണ്ടില്ലേ, എനിക്കിത് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഇന്നലെ വെട്ടിക്കീറി ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെയാണ് അവൾ ഇന്ന് രാവിലെ കുക്കിങ്ങിന് എടുക്കുന്നത്. എനിക്ക് വേണ്ടതൊന്നും ഇത് ശരിയല്ല. ഉടനെ അക്ബർ ചാടി എണീറ്റ് പറയുന്നുണ്ട്, എടാ മോനെ, ഇന്നലെ അവളിത് പറഞ്ഞതാണ്. അവൾ തലേ ദിവസം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും, രാവിലെ അത് അടുത്തായിരിക്കും കുക്ക് ചെയ്യുന്നതെന്ന്. നിനക്ക് വല്ലോ പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ പറയാറുന്നല്ലോ. നീ അവളുടെ ടീമിലുള്ളതല്ലേ, നീ എന്താ ഇന്നലെ മിണ്ടാതിരുന്നത്? അത് ഞാൻ കേട്ടില്ല കേട്ടോ, അത് ഞാൻ കേട്ടില്ലേ? അപ്പൊ ഇന്ന് മിണ്ടരുത്, ഓക്കെ? അവിടെ പോയി നിന്നോളാൻ പറയുന്നു. ഇല്ലില്ല, ഞാൻ കഴിക്കത്തില്ല, എനിക്ക് വേണ്ടെന്നൊക്കെ അവിടെ കിടന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ ഒന്ന് നാറിപ്പോയി. എല്ലാവരും ജിഷിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ആ കേസിൽ, പക്ഷെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ വീണ്ടും കിച്ചൺ ടീം ആണല്ലോ നമ്മുടെ ജിഷിൻ. അപ്പോൾ വീണ്ടും കിച്ചണിൽ വന്നിട്ട് ഈ ചമ്മന്തി കേസൊക്കെ ഇറക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അവിടുത്തെ ഭക്ഷണം രാവിലത്തെ എന്തായാലും കൊള്ളത്തില്ല. അത് ആ സാമ്പാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെള്ളം കലക്കി വെച്ചിരിക്കുന്നത്. അത് ആര്യനും റെനയൊക്കെ എടുത്ത് ക്യാമറയെ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ അതിനേക്കാട്ടിലും വലിയൊരു പ്രശ്നമുണ്ട്. 2 ദോശയൊക്കെ അവിടെ കൊടുക്കുന്നത് കഴിക്കാൻ, അതും വളരെ ചെറിയ ദോശ. ആൾക്കാർ അവിടെ ഇന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടൊക്കെ എങ്ങനെ വയറ് നിറയാനാ? പക്ഷെ അനുമോൾ അവിടെ ഇന്ന് തർക്കിക്കുന്നുണ്ട്. ഇതൊക്കെ മതി, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. 2 എണ്ണമൊക്കെ, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ കഴിച്ചാൽ ചേസി പോയിരുന്നു ഇരിക്കാനല്ലേ, അല്ലാതെ വേറെ വലിയ മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്ത് മലമറിക്കാത്ത പണി അവിടെ ചെയ്യുന്നില്ലെങ്കിലും വയറല്ലേ, വിശക്കത്തില്ലേ, ദഹിക്കത്തില്ല കഴിക്കുന്ന സാധനം. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 3-4 ദോശയെങ്കിലും കൊടുക്കാമല്ലോ. അതിന് പറ്റണമല്ലോ. തിങ്കളാഴ്ച ആയതേ ഉള്ളൂ, ഇന്നലത്തെ ആണല്ലോ നമ്മൾ കാണുന്നത്. തിങ്കളാഴ്ചത്തെ പരിപാടിയൊക്കെയാണ്. അല്ലെങ്കിൽ ഇന്നാണെങ്കിലും ചൊവ്വാഴ്ച, 2 ദിവസം, വീക്കെൻഡൊന്നും ആവാറായില്ല. സാധനങ്ങളുണ്ട് അവിടെ, കൊടുക്കാൻ കുറച്ച് നന്നായിട്ട് തുടക്കത്തിലെങ്കിലും. പക്ഷെ അത് ചെയ്യാതെ അതിൻ്റെ പേരിൽ നിന്ന് തർക്കിക്കുന്ന ഒരു അനുമോളെയൊക്കെ ഞാൻ രാവിലെ കണ്ടു. ഞാൻ വേറൊരു കാര്യം പറയാം, അനുമോൾ ഫാൻസിന് വേണ്ടിയിട്ടാണ്. അനുമോളെന്ന് വേണ്ട, നമ്മൾ ഒരാളെ ഒരുപാട് വെറുത്ത് കുറെ കഴിയുമ്പോൾ അവരെ സ്നേഹിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെ നമ്മൾ വെറുക്കും. അനുമോളുടെ കേസിൽ എനിക്ക് ഏതാണ്ട് അതാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്കൊരു തോട്ട്, അങ്ങനെയാണ് പോകുന്നത്. കാരണം അനുമോളെ നിങ്ങൾക്കറിയാം, അനുമോളെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അനുമോളുടെ ഒരു ഗെയിം കാണുമ്പോഴത്തേക്ക്, അനുമോൾ പറയുന്ന കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ശൈത്യയൊക്കെ അനുമോളെ പറ്റി പറയുന്ന ഓക്കെ പുറകെ ഇത് കുത്തുകയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അനുമോളുടെ കൂടെ ആദ്യം തൊട്ട് നടന്ന് അനുമോളുടെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വീട്ടിൽ, ആദില ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനകത്തോട്ടൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ദോഷക്കേസ് അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മിയും അനുവും ഇനി ഈ ടീമിൽ വേണ്ട, നിങ്ങളെ ഞാൻ മാറ്റുകയാണെന്ന് പറഞ്ഞ് 2നെയും പൊക്കിയെടുത്ത് ബാത്റൂം ടീമിലിടുന്നു. എന്നിട്ട് അവിടേക്ക് ഒനീലിനെയും നമ്മുടെ ജിസൈലിനെ ഇടുന്നു. എന്നിട്ട് ഒനീലിനെ പിടിച്ച് ക്യാപ്റ്റനും ആക്കുന്നു. അനുമോക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പോഴും ആലോചിച്ചു, ഓക്കെ, അത് മാറ്റിയതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും. പക്ഷേ ഒരിക്കലും അനുമോളുടെ കുത്തകയല്ല കിച്ചൺ എന്ന് പറയുന്നത്. അനുമോൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ഞാൻ മാത്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അനുമോൾ തന്നെ പറയുന്ന 1 ഡയലോഗ് ഉണ്ട്. ഇതൊന്നും എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല. അനുമോൾ പറയുന്നതിനകത്ത് അനുമോൾ പറയുന്നുണ്ട്, 2 ദോശ കഴിച്ചാൽ മതി, വയറ് നിറയും. കുറേ ദോശയും കുറേ ചോറും കുറേ കറികളും ഒക്കെ ഞാൻ എല്ലാത്തിനും കൊടുത്തിരുന്നതാണ് എന്നൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു. ഞാനപ്പോൾ ആലോചിച്ചു, ബാക്കിയുള്ളവരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ. അല്ല, അനുമോളുടെ ഔദാര്യത്തിലാണോ അങ്ങനെയാണോ പറയേണ്ടത്? അനുമോളുടെ ഔദാര്യത്തിലാണോ ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കേണ്ടത്? അല്ല, എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അനുമോളുടെ ഈ ഡയലോഗൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ ചോറും കുറേ കറികളും എല്ലാവരും ഞാൻ അങ്ങോട്ട് തീറ്റിക്കുകയാണ്. അനുമോൾക്ക് അവിടെ ഉള്ള പണിയാണത്, അല്ലാതെ അനുമോള് ആർക്കും ഔദാര്യം കൊടുക്കുന്നതല്ല. പിടികിട്ടിയില്ലേ? അനുമോൾ ആ ഒരു ഫോമിലേക്കൊക്കെ മാറിപ്പൊക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ മൈൻഡ്. അത് അനുമോള് കുഴിയിലോട്ട് വീഴുന്ന ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അപ്പം ആദിലയും നമ്മുടെ
അനുമോളും കൂടെ അതിനുശേഷം പുറത്തു പോയിരുന്ന അനുമോൾ ഈ ഒരു കഥയൊക്കെ പറയുന്നുണ്ട് കുറെ ചോറും. ഇതിനുശേഷം പിന്നെ കാണുന്നത് നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പം ആദിലയെടുക്കെ മേക്കപ്പ് റൂമിലാന്ന് തോന്നുന്നു, ആദിലയെടുക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പം മേക്കപ്പ് റൂമല്ല, ടോയ്ലറ്റിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ജിഷിനും ഒക്കെ ഉണ്ട്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, മോളെ നിന്റെ പോക്ക് ശരിയല്ല, നീ ഇപ്പൊ പറയുന്നേ അല്ല നീ പിന്നെ പറയുന്നത്. അങ്ങനെ ആദില കറക്റ്റ് പോയിന്റ് വൈസ് അനുമോളെ ചോദ്യം ചെയ്യുമ്പം അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആദിലയോട് തട്ടി മാറ്റി പോകുന്ന ഒരു അനുവിനെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ആദിലയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അനു പതറിപ്പോയി. അതാണ് പറ്റിയത് അവിടെ. അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാറുണ്ട് അനുവിന്, പ്രത്യേകിച്ച് ഫ്രണ്ടാണ്. പക്ഷെ അനുമോൾ അതിന് നിന്നില്ല. ഓക്കെ, ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് പണിപ്പുര ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ വൈൽഡ് കാർഡ്സിന് വേണ്ടിയിട്ടുള്ള പണിപ്പുര ടാസ്ക് ആണ്. അവർക്ക് അകത്ത് പോയി സാധനങ്ങൾ എടുക്കാം. പക്ഷേ ബസർ അടിക്കുന്നതിന് മുന്നേ പുറത്തിറങ്ങണമായിരുന്നു. ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങിയത്. നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ബസർ അടിച്ചതിന് ശേഷം പുറത്തു കൊണ്ടുവന്ന സാധനമൊക്കെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് അവർക്കും അറിയാം, അവരത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അവരത് സമ്മതിക്കുന്നില്ല. കാരണം ഇവരകത്തുനിന്ന് പോയി സാധനങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അവരുടെ സാധനങ്ങളുടെ കൂടെ ബോംബ്, അതായത് ഈ ബാക്കിയുള്ള 16 പേർക്കുള്ള പണിയും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം അവരെ എതിർത്തു. നിങ്ങൾ ബസർ അടിച്ചതിന് ശേഷം വന്നതാണെന്നും പറഞ്ഞ് മുട്ടാൻ വഴക്കായിരുന്നു. ജിഷിനാണെങ്കിൽ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. പ്രവീണൊക്കെ അത് പറയുന്നുണ്ട് ആദ്യമേ, അതായത് ഞങ്ങൾ ഇറങ്ങി, നിങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ പുറത്ത് ബസർ അടിച്ചതിന് ശേഷം വന്നപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം നെവിനാണെങ്കിൽ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ അന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു, പക്ഷെ ഇവിടെ നിങ്ങളൊരു ടീമും ഞങ്ങളൊരു ടീമുമായിട്ടാണ് ഈ പണിപ്പുര ടാസ്ക്. കാരണം നിങ്ങളകത്ത് പോയി ബിഗ് ബോസ് പറഞ്ഞ കറക്റ്റ് ടൈമിനുള്ളിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇന്ന് ഒപ്പോസ് ചെയ്യും. കാരണം ഞങ്ങൾക്കുള്ള പണിയാണ്, അപ്പം ഞങ്ങൾ ഒപ്പോസ് തന്നെ ചെയ്യും. നിങ്ങളുടെ സാധനം മാത്രമാണെങ്കിൽ ഓക്കെ, പക്ഷെ ഞങ്ങൾക്കുള്ള പണി ഉള്ളതുകൊണ്ട് ഓപ്പണായിട്ട് നെവിൻ കാര്യം പറയുന്നുണ്ട്. അത് മനസ്സിലാക്കിയ നമ്മുടെ പ്രവീണും മറ്റേ അവനും സാബുമാനും പിന്നെ മിണ്ടുന്നില്ല. പക്ഷെ ജിഷിൻ പിന്നെ അവൻ സാധനം എടുത്തുകൊണ്ട് അകത്തോട്ട് വരാൻ നോക്കുന്നു. നമ്മുടെ അക്ബറുമായിട്ട് ചെറിയൊരു കയ്യാങ്കളി പോലെ ആവുന്നു. അക്ബർ സാധനങ്ങൾ എടുത്ത് വെളിയിലോട്ട് എറിയുന്നുണ്ട്. അകത്ത് വന്നിരുന്നിട്ടും ഇവൻ എന്നിട്ട് കുറച്ച് സാധനം കൊണ്ട് ജിഷിൻ അകത്ത് കയറി. പക്ഷെ അകത്ത് കയറുന്നതിന് മുന്നേ ബിഗ് ബോസ് പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ചെയ്യുക. അകത്ത് വന്നു കഴിഞ്ഞിട്ടും ബിഗ് ബോസ് ഒരു തവണ പറഞ്ഞു, ക്യാപ്റ്റൻ നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് ഈ ജിഷിൻ ഈ സാധനം കൊണ്ട് അകത്ത് വന്നത് എന്നുള്ളൊരു സാധനം ക്യാപ്റ്റനോട് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് സാധനം കളഞ്ഞോളുക എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ജിഷിൻ പുറത്ത് കൊണ്ട് തട്ടുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ വായ്ത്താളം നിർത്തിയിട്ടില്ല. അവൻ നിന്ന് തർക്കിക്കുകയാണ്. ഓഫ്കോഴ്സ് ജിഷിൻ്റെ ഗെയിം അതും കൂടെ പറയണമല്ലോ. പക്ഷേ ജിഷിൻ ഭയങ്കര ഓവറായിട്ട് അവിടെ കിടന്ന് കുന്തളിപ്പ് കാണിക്കുന്നത് കണ്ടു. ബാക്കി എല്ലാവരുമായിട്ട് നല്ലൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ പറഞ്ഞൊരു ഡയലോഗും ഉണ്ട്. ഇങ്ങനെയുള്ള ചില ഡയലോഗുകളാണ് എനിക്ക് ജിഷിനോടൊരു വെറുപ്പ്. ഗെയിമർ അവൻ മുന്നോട്ട് നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ചില ഡയലോഗുകൾ, ഒരു ഡയലോഗ് അടിച്ചു, 29 ദിവസം നീയൊക്കെ ഇവിടെ തുണിയില്ലാതെ നിന്നില്ലേടാ എന്നൊരു ഡയലോഗ് ജിഷിൻ അടിക്കുന്നത് കേട്ടു അക്ബറിൻ്റെ അടുക്കെ. അതൊക്കെ എന്ത് മോശമായിട്ടുള്ള സാധനങ്ങളാ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. തുണിയില്ലാതൊന്നും അല്ല അവർ നിന്നത്. അവർക്കുള്ള 2 തുണിയാണെങ്കിലും ആ തുണി ഉടുത്തോണ്ട് തന്നെ അവരവിടെ നിന്നത് അല്ലേ. പക്ഷേ ഈ ജിഷിൻ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അനുമോള് വൈൽഡ് കാർഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജിഷിന്. അനുമോള് പറയുന്നുണ്ട്, ജിഷിൻ ചേട്ടൻ കറക്റ്റായിട്ട് എന്താണ് മറ്റേ ബസർ അടിച്ചപ്പോൾ തന്നെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അനുമോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അനുമോളത് പറയും. കാരണം ബാക്കി എല്ലാവരും ഒരു ടീം, ബാക്കി 15 പേരും ഒരു ടീം, നമ്മുടെ അനുമോൾ ഒറ്റയ്ക്ക് ഒരു ടീം, ബാക്കി പിന്നെ ഇപ്പോൾ വന്ന വൈൽഡ് കാർഡ്സ് 5 പേര് ഒരു ടീം. അങ്ങനത്തെ ഒരു സാധനമാണ് അനുമോളുടെ തലയിൽ ഓടുന്നത്. കാരണം അനുമോൾ കളിക്കുന്നത് ഒറ്റയാൾ പോരാളി എന്നുള്ളൊരു സാധനമാണ്, വിക്ടിം കാർഡ്. ആ സാധനത്തിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അനുമോൾ. ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്പനിയായി മുന്നോട്ട് പോകാം. പക്ഷെ അനുമോൾക്ക് അതിന് വലിയ താല്പര്യമില്ല. അനുമോൾ ഇന്നും ഞാൻ ശ്രദ്ധിച്ചു, ആ പാവയെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അല്ല, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ജനങ്ങളെ കാണിക്കുക, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ പാവക്കുച്ച് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്തോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നി അനുമോളുടെ ചില ഡയലോഗുകളും ചില ആക്റ്റുകളും. ഇന്നത്തെ പ്രത്യേകിച്ച് ഈ പാവക്കൊച്ചിനെ നെഞ്ചത്തും വെച്ചോണ്ട് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഈ പാവക്കുട്ടിയെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഓവറല്ലേ? നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല ഇത് കുറച്ച് ഓവറാണ്? എനിക്കിത് കുറച്ച് ഓവറായിട്ട് തോന്നി കേട്ടോ. എന്താണെങ്കിലും ഇപ്പോൾ തെറി പറയാൻ കുറേ ആൾക്കാർ വരും, ഒരു നിമിഷം ആലോചിച്ചിട്ട് തെറി പറയുക, ഇല്ലെങ്കിൽ പിന്നെ താങ്ങിക്കൊണ്ട് നടക്കുക ചേച്ചിയെ. എനിക്ക് മറ്റേ അങ്ങ് എടുത്ത് എന്ത് കണ്ടാലും എടുത്ത് തല വെക്കണമെന്നുള്ള മൂടൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യം പറയും, ഉള്ള കാര്യം കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, ഇതൊരു ഗെയിമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീക്കിലി ടാസ്ക്
വീക്കിലി ടാസ്കിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എന്താണെങ്കിലും വീക്കിലി ടാസ്ക് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേണു മനു നല്ല രീതിയിൽ രണ്ടിനും ഫിസിക്കലായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. രേണു ആണെങ്കിൽ തല ഇറങ്ങിയൊക്കെ വീഴുന്നുണ്ട്. രേണുവിനെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിലാണ് കാണിക്കുന്നത്, രേണുവിനെ നമ്മുടെ അപ്പാനിയും ഷാനവാസും കൂടെ ആണല്ലോ, ഒരു ടീമിലാണല്ലോ, രേണുവാണ് ക്യാപ്റ്റൻ. അപ്പോൾ രേണുവിനെ അപ്പാനി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ രേണുവിൻ്റെ മൂക്കിലൊക്കെ ഇങ്ങനെ പൊത്തി പോകുന്നുണ്ട് കുറേ നേരം. അപ്പോൾ ശ്വാസം കിട്ടാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ രേണു അവിടെ നിന്ന് എണീറ്റ് ബസർ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീക്കുമ്പോഴത്തേക്ക് തല ഇറങ്ങി താഴെ വീഴുന്നുണ്ട്. മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനെ വട്ടത്തിൽ അലക്കിയിട്ടുണ്ട് നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ ലക്ഷ്മിയും. അനീഷിനെ സപ്പോർട്ട് ചെയ്യുക എന്ന വ്യാജേന അങ്ങനെ തന്നെ പറയും. അനീഷിൻ്റെ ടീമാണ് നമ്മുടെ സാബുമാനും അതുപോലെ തന്നെ അപ്പാനിയും. പക്ഷേ കൊടുക്കേണ്ട ഗ്യാപ്പിലൊക്കെ അനീഷിന് നല്ല രീതിയിലുള്ള പണിയും ഈ അപ്പാനി കൊടുക്കുന്നുണ്ട്. അവൻ്റെ ദേഹത്തൊക്കെ കയറി കിടക്കുക. ഓൾറെഡി അവൻ്റെ ദേഹത്ത് മറ്റേ എനിക്ക് തോന്നുന്നു ആര്യനും ഷാനവാസും ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് ഇവനും കയറി കിടന്ന് അനീഷിൻ്റെ അവസ്ഥ. ലാസ്റ്റ് അനീഷിനെ കുറ്റം പറയുന്നതും കേട്ടി അപ്പാനി. അതൊക്കെയാണ് തെണ്ടിത്തരം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഗെയിം വലിയ കുഴപ്പമില്ലാതെ അവിടെ നടന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പൊട്ടിയലും ചീറ്റലും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും അനീഷിൻ്റെ തുപ്പി അനീഷ് അവിടെ കിടന്നുപോയി ആ കട്ടിലിൽ. അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവന്മാർ ചെയ്ത മണ്ടത്തരം. സത്യം പറഞ്ഞാൽ അനീഷിനെ അവിടുന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു. ഇത് അനീഷിനെ പുറകെ നിർത്തിയിട്ട് ബെഡിൻ്റെ മേളിൽ നിർത്തിയിട്ട് ഈ ഷാബുമാനും മറ്റേ നമ്മുടെ അപ്പാനും കൂടെ മറ്റേ പുതപ്പ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടി കാണിച്ചു. അത് മണ്ടത്തരം. ഇവന്മാരുടെ കയ്യിൽ മണ്ടത്തരമുണ്ട്, പക്ഷെ അവന്മാരത് സമ്മതിക്കത്തില്ല. പിന്നെ അനീഷ് എന്തുകൊണ്ട് ഓടിപ്പോയില്ല എന്നൊക്കെ അവന്മാരോട് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അനീഷ് അവിടെ കട്ടിൽ ഇവന്മാരെ ബാക്കി എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അനീഷിൽ കട്ടിലേക്ക് കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് വന്നിട്ട് തൊപ്പിയുടെ കുറച്ച് പോർഷൻസ് ഷാനവാസിൻ്റെ എന്തായാലും കിട്ടിയ തൊപ്പി കീറിയൊക്കെ പോയി. അതുകൊണ്ട് തന്നെ അതവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അങ്ങനെ അനീഷും ടീമും കളിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നമ്മുടെ ഷാനവാസിനൊക്കെ ഒരു പോയിന്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ മെയിൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ കുറച്ച് മുമ്പ് അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വീഡിയോ. അതിനെപ്പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അപ്പാനി, ആര്യൻ, ജിഷിൻ ഇവർ 3 പേരും കൂടെ ഇരുന്നിട്ട് രേണുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം രേണു തല ഇറങ്ങി ഒന്ന് വീണല്ലോ, വയ്യാതെയായിപ്പോയി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് ആര്യൻ പറയുന്ന കാര്യം ഓക്കെ, 3 നേരം രേണു പഞ്ചസാരയൊക്കെയാണ് വാരി തിന്നുന്നത്, എങ്ങനെ അവർക്ക് വയ്യാതെ, അവർക്ക് നേരം നിൽക്കാനുള്ള ഒരു ആംബിയർ ഇല്ല, അവരെയൊക്കെ പോയി തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ചിലപ്പം സുധിച്ചേട്ടൻ്റെ അടുക്കിലേക്ക് പോകും ചേച്ചിയൊക്കെ നാളെ എന്നുള്ള രീതിയിൽ തമാശക്ക് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. കൂടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് നമ്മുടെ ജിഷിൻ സുന്ദരൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പാനി എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകും. എന്നിട്ട് ഇവൻ നേരെ ആര്യൻ കിച്ചണിലേക്ക് വരുന്നു. ആര്യൻ്റെ ഒരു തോട്ട് എന്താണെന്നറിയോ, എനിക്കത് മനസ്സിലായി. ഇന്നത് പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടി. ആര്യൻ്റെ വിചാരം ഇവൻ എന്തു പറഞ്ഞാലും അത് തമാശയായിട്ട് എല്ലാവരും അങ്ങ് എടുത്തോളൂ എന്നാണ്. കാരണം അവിടെ നിന്ന് എണീറ്റ് ഇവൻ നേരെ കിച്ചണിൻ്റെ ഭാഗത്ത് വന്നിട്ട് അക്ബറിനോട് ഈ സാധനം പറയുന്നുണ്ട്. മിക്കവാറും രേണു നാളെ സുധിച്ചേട്ടൻ്റെ അടുക്കിലോട്ട് പോകുമെന്ന്. പക്ഷെ ആ സമയത്ത് അക്ബറിന് അതൊരു തമാശയായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. അക്ബറിന് അങ്ങോട്ട് പൊളിഞ്ഞു നല്ല രീതിയിൽ. അത് തമാശയായിട്ട് എടുക്കാൻ അവന് പറ്റിയില്ല. അക്ബർ ആര്യൻ്റെ അടുക്ക് പൊളിഞ്ഞു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് അപ്പാനിയല്ല ആര്യൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. നേരത്തെ നമ്മുടെ അനീഷിനെ മറ്റേ കൊണ്ടുപോയപ്പോഴത്തേക്ക് അനീഷിൻ്റെ മൂക്കിന് പണി കിട്ടിയപ്പോൾ അക്ബറെ നീ ഇന്ന് ചിരിച്ചില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അത് വേറെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അക്ബർ ട്യൂൺ ചെയ്ത് മറ്റേ തിരിച്ചു വിടുന്ന കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട്. അത് പക്ഷേ വ്യക്തമായിട്ട് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവിലും ഞാനത് വ്യക്തമായിട്ട് കണ്ടില്ല. അനീഷിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ അപ്പാനി പുറകിലോട്ട് നോക്കി ചിരിക്കുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ രേണുവിൻ്റെ ഈ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആൾ എന്തിനാണ് തുതിയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ജിഷിനൊക്കെ അത് കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷം, മറ്റേ ഉല്ലാസം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണെങ്കിലും അതിൻ്റെ പേരിൽ ചെറിയൊരു പൊട്ടൽ ഉമാരും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബെഡ്റൂമിൽ വന്നിരുന്ന് ആര്യനും അപ്പാനിയും അക്ബറും കൂടെ ഇതൊന്ന് പറഞ്ഞ് സംസാരിച്ച് തീർക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രേണു അവിടെ കിടപ്പുണ്ട്. രേണുവിൻ്റെ അടുക്ക് ചെന്നിട്ട് ആര്യൻ ഇത് പറയുന്നുണ്ട്. പക്ഷേ സുധിച്ചേട്ടൻ്റെ അടുക്കലോട്ട് ചേച്ചി പോകുമെന്ന് പറഞ്ഞെന്ന് പറയുന്നില്ല. ചേച്ചി ചിലപ്പോൾ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നാളെ മരിച്ചു പോകുന്ന ചേച്ചി ഞാനിങ്ങനെ പറഞ്ഞു, അത് ഞാൻ ആ ഒരു സെൻസിൽ ചേച്ചിക്ക് വയ്യ, അതിൻ്റെ പുറത്ത് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് നമ്മുടെ രേണുവിൻ്റെ അടുക്കെ. പക്ഷെ അപ്പം ഞാൻ ആലോചിച്ചു, ഇവൻ തമാശയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴും ഇവൻ പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ രേണുവിനോട് പറയാമായിരുന്നല്ലോ. എന്താ പറയാൻ അപ്പോൾ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കളിച്ചാൽ ചേച്ചി നാളെ സുധിച്ചേട്ടൻ്റെ അടുക്കലോട്ട് പോവും, അങ്ങനെ തന്നെ പറയാമായിരുന്നല്ലോ. എന്താ പറയാനേ? കാരണം വേറൊന്നുമല്ല, അങ്ങനെ പറഞ്ഞാൽ അത് ആ പെൺകൊച്ചിനെന്ന് പറഞ്ഞാൽ രേണുവിന് ഹേർട്ടാവത്തില്ലേ? അത് ആർക്കാണെങ്കിലും കേട്ടാലൊന്നും കൊള്ളത്തില്ലേ? അപ്പോൾ ആൾക്കാർക്ക് കൊള്ളുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇവൻ പറയുന്നതെന്ന് ഇവൻ അറിയാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ
നമ്മുടെ അപ്പാനെയും സാബുമാനും കൂടെ ചെന്നിട്ട് അനീഷിന്റെ അടുക്ക് വയ്യാതെ ചത്ത് കിടക്കും അനീഷ്, അനീഷിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ആ അനീഷിന്റെ അടുക്ക് ചെന്നിട്ട് പറയുകയാണ്, നീ കാരണം ഞങ്ങളുടെ അവസരം കൂടെ പോയി അനീഷെ, വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ അനീഷിന്റെ മാക്സിമം എഫേർട്ട് ആ ഒരു ഗെയിമിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യന് എണീക്കാൻ പോലും പറ്റാതെ അവിടെ കിടക്കുന്നത്. ആ മനുഷ്യന്റെ അടുക്കെ അയാളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ടീമിലുണ്ടായിരുന്ന വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ, അവന്മാർ എന്നിട്ട് പറയുകയാണ് ഈ വർത്താനം. ഇപ്പൊ അക്ബർ എന്നിട്ട് പറയുക, അനീഷ നീ കാരണമാണ് അവന്മാരുടെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇവന്മാർ ചെന്നിട്ട് പറയുന്ന വർത്താനമാണ്. അനീഷ നീ കാരണം ഞങ്ങളുടെ കൂടെ അവസരം പോയി, വയ്യാതെ കിടക്കുമോ അതൊക്കെ മനസ്സിലാവും, പക്ഷെ ഞങ്ങളുടെ അവസരം പോയി എന്നൊരു സാധനം പറയുന്നത് കേട്ടു. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇവന്മാർക്കുണ്ടോ? അനീഷിന്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, നിനക്ക് മനുഷ്യത്വം ഉണ്ടോ എന്ന്. ഈ ചോദിക്കുന്ന ഇവന്മാർക്ക് മനുഷ്യത്വം ഉണ്ടോ? അല്ല, അങ്ങനെ ആരെങ്കിലും പോയി ചോദിക്കുക, അത് വയ്യ മനുഷ്യന്. അയാളുടെ അടുക്ക പോയി ചോദിക്കുക. ഇവന്മാര് പ്രോപ്പർ ആയിരുന്നെങ്കിൽ നന്നായി ഇത് ഗെയിം കളിച്ചായിരുന്നെങ്കിൽ പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നല്ലോ. ഇതെല്ലാം കൂടെ വന്ന് പുള്ളിയുടെ നെഞ്ചത്തോട്ടി ആടിയപ്പോൾ ഇവന്മാർക്ക് നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റുമൊന്നും ഇല്ലല്ലോ. വലിച്ചു മറിച്ച് എറിയായിരുന്നല്ലോ, എന്താ പറ്റാഞ്ഞ്? എന്നിട്ട് പിന്നെ ആ മനുഷ്യനെ കുത്താൻ വന്നിരിക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനുവും ജിസേലും കൂടെ ജയിലിൽ രണ്ടിനെ കൊണ്ടാക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്, പോയി കിടക്കുന്നുണ്ട്. രണ്ടും കൂടെ പോയി കിടന്നിട്ട് അനുവിനെ മാക്സിമം സംസാരിച്ച് റെഡിയാക്കാൻ ജിസേൽ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അനു അടുക്കുന്നില്ല. അനുവിന് ലൈക്ക് ഞാൻ പറയട്ടെ, അനുവിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഗെയിം എനിക്ക് തോന്നുന്നത് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, പിന്നെ ഈ കിച്ചണിനകത്ത് നിന്ന് കിച്ചണിൻ്റെ അവിടുത്തെ ഭരണം, എന്നിട്ട് അതിൻ്റെ പേരിൽ ആൾക്കാരെ വെറുപ്പിക്കുക, എന്നിട്ട് കരയുക, പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഈ ഒരു സ്ട്രാറ്റജി അനു മാറ്റേണ്ട സമയം അതിക്രമിച്ചു. ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് അനുകൂലമായിട്ടും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർ പെൺകുച്ചിനെ ഒറ്റയ്ക്ക് ബാക്കി എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനം കണ്ടതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത്. അവരത് കോംപ്രമൈസ് ചെയ്യാൻ ജിസയിലൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു, മോളെ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ മനസ്സിലാക്കുക, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും അനു ഒന്നും വകവെക്കുന്ന പോലും ഇല്ല. അനു ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അതെന്ത് മോശം പരിപാടിയാണ് അത്. അറ്റ്ലീസ്റ്റ് കേൾക്കാൻ നിൽക്കണ്ടേ. എല്ലാം പോട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദിലെ ശൈത്യം കൂടെ രാത്രിയിൽ എനിക്കൊന്നുമില്ല, ഇനിയിപ്പോൾ ലൈവ് ഞാൻ ഇരുന്ന് പോകുമ്പോഴായിരിക്കും അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ കാണാൻ പറ്റുന്നത്. ആദിലെ ശൈത്യം കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ആദില പറയുന്ന ഒരു ഡയലോഗുണ്ട് ശൈത്യം എടുക്കെ, ഇവിടുത്തെ വായു ഓക്സിജൻ ഒഴിച്ച് ബാക്കിയെല്ലാം അനുമോൾക്ക് കണ്ടന്റാണ്. അനുമോൾക്ക് എന്താണ് ഇവിടുത്തെ കിച്ചണിൽ പോയാൽ അത് കണ്ടന്റാണ്. അനുമോളുടെ പാവയുടെ കാര്യം ശൈത്യമാണെന്നിട്ട് പറയുന്നത്, അവളുടെ പാവയുണ്ടല്ലോ ആ പാവ പോലും അവളുടെ ഒരു കണ്ടന്റ് ആണെന്നൊക്കെ ശൈത്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞ് ഞാനത് നോട്ട് ചെയ്തു. നിങ്ങളത് കണ്ടായിരുന്നു? ആ സാരി ഉടുത്ത് നടക്കുന്ന സമയത്ത് ആ പാവയും കെട്ടിപ്പിടിച്ചത് എന്തിൻ്റെ ആവശ്യം? അത് ഉറങ്ങുമ്പോൾ ഓക്കെ, ഇത് ബാക്കി എല്ലാവരെയും അത് കാണിച്ചൊരു ട്രിഗർ ചെയ്യുന്ന പരിപാടി അനുമോൾ കാണിക്കുമ്പോൾ ബാക്കി എല്ലാവരും തിരിച്ചു കുത്തുമല്ലോ. എല്ലാം പോട്ടെ, ഗെയിമാണ് അനുമോളുടെ. നമ്മുടെ ആദില പറഞ്ഞ കണക്ക് അവിടുത്തെ ആ ഓക്സിജൻ ഒഴിച്ച് ബാക്കിയെല്ലാം സത്യമാണ്, അനുവിന് കണ്ടന്റാണ്. ബാക്കി എന്ത് ചെയ്താലും, അനു കരഞ്ഞാലും ശരി, അനു നടന്നാലും ശരി, കിച്ചണിലെ ആണെങ്കിലും ശരി, എന്തു പറഞ്ഞാലും അനുവിന് കണ്ടന്റാണ്. ഇതിനകത്തെ ചില തെറ്റുകൾ പറ്റിയാൽ അത് ആദിലയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നോക്കിയാലും അനുമോൾ അത് കേൾക്കാൻ നിൽക്കുന്നില്ല. അനുമോൾക്കറിയാം കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് കേൾക്കാൻ നിൽക്കാതെ ഓടിപ്പോകുന്ന ചില അവസരങ്ങൾ ഞാനിന്ന് കണ്ടു. അത് അനുമോളുടെ ഈ ഗെയിം സ്ട്രാറ്റജി അനുമോൾ മാറ്റിപ്പിടിച്ചാൽ കംപ്ലീറ്റ്ലി അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വരെ മുന്നോട്ട് വരും. പക്ഷേ ഈ ഒരു സാധനം പിടിച്ചുകൊണ്ട് പോകുന്ന അനുമോളെ ഇനി ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇത് കാണുന്ന നിങ്ങളാരും പൊട്ടന്മാരല്ലല്ലോ. ഈ PR വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെ വിടൂ, അതല്ലാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. ഒരു നിമിഷം ആലോചിക്കൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ റിവ്യൂ എനിക്ക് ഇതിലങ്ങ് ഒതുക്കാനാണ് താല്പര്യം. ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും വളരെ മോശമായി താഴത്തേക്ക് കുത്തനെ വീണോണ്ടിരിക്കുക. വെറും വൃത്തികെട്ട സ്ട്രാറ്റജി, അതും പിടിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ തോന്നി. അതുപോലെ തന്നെ നമ്മുടെ അക്ബറൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും പുള്ളിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അനുമോള് താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുക, അപ്പാന് പിന്നെ എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുക. ആര്യനും ഡൗണാണ്. പക്ഷെ അക്ബർ ചേഞ്ചായി വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ രേണുവിൻ്റെ കേസിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് അത്രയും ചെയ്തല്ലോ. ഞാൻ അതേ ആലോചിച്ചോളൂ, അത്രയെങ്കിലും പറഞ്ഞല്ലോ. ആര്യനിട്ട് കൊടുക്കേണ്ട 2 കൊടുത്തല്ലോ, വലിയ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.